ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ ആത്മീയത ധ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്ന നമുക്ക് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചന സന്ദേശങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയിൽ പങ്കുകൊണ്ട രണ്ട് മഹത് വ്യക്തികളെ തിരുസഭ നമുക്കായി നൽകുന്നു. എലിസബത്തും സക്രിയായുമാണ്. പുരോഹിതനായ വൃദ്ധനായ സക്കറിയ ദേവാലയ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് ബലിപീഠത്തിങ്കൽ സംസാരിച്ചു. ദൈവത്തിന്റെ ദൂതന്റെ സ്വരം കേട്ട് അവൻ നിശബ്ദനായി പോയി. കർത്താവിന്റെ പദ്ധതികളുടെ മുമ്പിൽ അവന് ഒന്നും പറയുവാനില്ലായിരുന്നു. വാർദ്ധക്യത്തിന്റെ പൂർണ്ണതയിലായിരുന്ന സക്കറിയയ്ക്ക് ഒരു പുത്രൻ ഉണ്ടാകുമെന്നും അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നും അവൻ കർത്താവിന് വഴിയൊരുക്കുവാൻ, അവന്റെ കൃപയുടെ പാതകൾ നേരെയാക്കുവാൻ അവൻ മുൻപേ പോകുമെന്നും ദൈവത്തിന്റെ ദൂതൻ സക്കറിയയ്ക്ക് വെളിപ്പെടുത്തി. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ സംശയിച്ചു പോയി. പരിണത ഫലം എന്തെന്നോ അവൻ മൂകനായി പോയി. എന്നാൽ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ വിശ്വാസമർപ്പിച്ച് ജീവിതയാത്ര തുടരുന്ന എലിസബത്തിന്റെ ജീവിതം ദൈവാനുഗ്രഹത്തിന്റെ പൂർണ്ണതയിൽ അത്ഭുതകരമായ കൃപാവരങ്ങൾക്ക് തന്നെ തന്നെ പൂർണ്ണ സമർപ്പണം ചെയ്യുന്നു. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ വാഗ്ദാനം എന്നാണ്. സക്കറിയ എന്ന വാക്കിന്റെ അർത്ഥമാകട്ടെ ദൈവം ഓർത്തു എന്നാണ്. അതെ, കർത്താവ് ചെയ്ത വാഗ്ദാനം അവിടുന്ന് ഓർത്തു. അതെ, അവിടുന്ന് സമയത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് വേണ്ടിയുള്ള തൻ്റെ രക്ഷാകരമായ പദ്ധതി തീർച്ചയായും നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് കാലവിളംബരം സംഭവിക്കില്ല. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ജീവിതയാത്ര ചെയ്ത ഈ വൃദ്ധ ദമ്പതികൾ ദൈവത്തിന്റെ തിരുഹിതത്തിനു മുമ്പിൽ സ്നേഹപൂർവ്വം വിനീതരായി സമർപ്പിച്ചു. അവരുടെ സമർപ്പണം ഭൂമിക്ക് രക്ഷകനെ വഴികാട്ടുവാൻ സ്നാപക യോഹന്നാനെ നൽകി ഭൂമി അനുഗ്രഹിച്ചു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ദൈവം തെളിയിക്കുന്ന അനവധി അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ അനുഭവമാണ് പുരോഹിതനായ സക്രിയയ്ക്കും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി എലിസബത്തിനും സംഭവിക്കുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും സമൃദ്ധമായി അനുഗ്രഹിച്ച അവർ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ പരിപൂർണമായി സ്നേഹസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവഹിതത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. അങ്ങനെ രക്ഷകന് പിറക്കുവാൻ കാരണമാകുന്ന അനേക കാരണങ്ങളിൽ വഴിയൊരുക്കുവാൻ സ്നാപക യോഹന്നാനെ തിരഞ്ഞെടുത്ത നന്മയുടെ അടയാളമായി എലിസബത്തും സക്കറിയായും മാറി. നാം ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ എന്നും ഓർക്കപ്പെടുന്നവരും ദൈവത്തിന്റെ വാഗ്ദാനമായി നിലകൊള്ളേണ്ടവരുമാണ്. സക്കറിയായും എലിസബത്തും പരിപൂർണമായി ദൈവത്തിന്റെ പദ്ധതിക്ക് പൂർണ്ണ സമർപ്പണം ചെയ്തപോലെ നമുക്കും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെ പ്രതിയുള്ള വാഗ്ദാനം അങ്ങ് ഓർക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.